ഹലോ ബേബി, ഇന്ന് നമ്മൾ വകയാറാണ് വന്നിരിക്കുന്നത്. വകയാറ് വേറൊന്നിനുമല്ല, നമ്മുടെ വീഡിയോയിലേക്ക് ഉണ്ടായിരുന്നില്ല വിൻസനെ കാണാനായിട്ട് വന്നതാണ്. വിൻസൻ്റെ വീടാണിത്. നമുക്ക് വീട്ടിലോട്ട് കയറാം, വാ. രാവിലെ വിളിച്ച് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പറയാം വരണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ. വെറുതെ തള്ളി വിട്ടതില്ലോടാ നീ. എന്നിട്ട് ഹോസ്പിറ്റലിലും പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല. ചുമ്മാ നമ്പറല്ലേ. അടിപൊളി ചെടിയൊക്കെയാണല്ലോ. ഇതൊക്കെ എന്തൊക്കെയാണ് ചെടികളൊക്കെ? അതൊന്നും അറിയില്ലല്ലേ. നമ്മുടെ സ്വന്തം സാധനം അല്ലേ. ഓ, ഇതിലും ഡിസൈനർ, എല്ലാം ഡിസൈനറിൻ്റെ വണ്ടിയാണ്. ഫുള്ള് ചെടിയാണ്. ഇവിടെ കണ്ടില്ലേ, 2 കൊക്കൊക്കെ നിൽപ്പുണ്ട്. താമരയുണ്ട്, ആമ്പലുണ്ട്. വിഷ്ണുൻ്റെ അവിടെ തന്നെ കല്ലുമ്മ കൊക്കിനെ കണ്ടല്ലോ. വകയാറിൻ്റെ വാഴവത്ത് വെച്ച് ഉണ്ടാക്കിയ ഏതൊക്കെയാണ്? വകയാറിൻ്റെ വാഴവത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയത്. ബോണ്ട, ഉള്ളിവട, പഴംപൊരി ഏത്തയ്ക്കപ്പം, സുഖീൻ. ദേ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. വിൻസൻ പണ്ട് വരച്ചു കൂട്ടിയ അവാർഡുകളും മെഡലുകളുമാണ് ഇതിരിക്കുന്നത് മൊത്തം. ഫുള്ള് വിൻസൻ വരച്ച് കൂട്ടിയതാണ്. പൊന്നിയുടെ ഉണ്ട്, പൊന്നി പാട്ട് പാടിയതുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ നിൻ്റെ അല്ലേ? അവൾ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പൊന്നിയുടെ ചേട്ടനോട് ഇരിക്കുന്നുണ്ടില്ലേ. ഭയങ്കര ആനപ്രേമിയല്ലേ, ആനപ്രേമി. അമ്മ ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്കും. നമ്മളിതേ വിൻസൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛനെ കാണാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. ഇവിടെ അടുത്ത് തന്നെ അവരുടെ വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോവുക. കല്ലുമ്മയും കുക്കും എന്താ വരുന്നു. നമുക്ക് 5-6 വാഴവത്ത് വാങ്ങിച്ചിട്ട് പോയി നട്ടാലോ കുക്കു? നീ വലുതാകുമ്പോൾ ഞാൻ പറയേണ്ടി വരുമോടി വാഴ മതിയായിരുന്നെന്ന്? ഏടി പറയേണ്ടി വരുമോടി? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ വാഴ വാങ്ങിച്ചു വെക്കണോടി. ഏടി പെണ്ണേ, നിനക്ക് ഈ വകയാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ മതി. വാഴയായിരിക്കും. നല്ല ഇനം വാഴവിത്തുകൾ ഇവിടെ കിട്ടത്തുള്ളൂ. പണ്ട് ദൂരെയുള്ളവർ വരെ ഇവിടെ വന്നായിരുന്നു വാഴവിത്ത് വന്നത്. ഇപ്പോൾ വാഴവിത്തുകളില്ല. പത്തനാപുരം പത്തനംതിട്ട റൂട്ടിൽ ദേ ഈ റോഡ് സൈഡിൽ കാണുന്ന ഇതാണ് വർക്ക്ഷോപ്പ്. VSM ഓട്ടോമൊബൈൽസ്. അച്ഛനെ കണ്ടിരിക്കുകയാണ്. സഫാരി അവരിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ പെയിൻറ്റിങ് ബൂത്താണ്. ഒരു സഫാരി ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ, പെയിൻറ്റിങ് പരിപാടി മാത്രമേ ഉള്ളൂ. പാച്ച് വർക്കുകളുണ്ടല്ലേ. വർക്ക്ഷോപ്പിൽ വരുന്നത് VSM ഓട്ടോമൊബൈൽസ് ഉണ്ട്. വേറെ എന്തൊക്കെയാ മോനെ പറയാ? ഇവിടെ മെക്കാനിക്കലിൻ്റെ വർക്കുണ്ട്, പിന്നെ എന്താ പെയിൻറ്റിങ് ഉണ്ട്, സ്പ്രേ പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ ഈ പാച്ച് വർക്കുണ്ട്, എല്ലാം ആയിക്കോട്ടെ. ബൂത്തുണ്ട്, ബൂത്തെല്ലാം വെച്ചിട്ട് ഹൈ ക്വാളിറ്റി. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? ഫുൾ പെയിൻ്റ് അടിക്കുക? ഫുൾ പെയിൻറ്റ്. ഇത് ഫുൾ പെയിൻ്റ് അല്ലേ? ഫുൾ പെയിൻ്റ് അടിക്കുക. ഏത് കളറാണ് അടിക്കുന്നത്? ബ്ലാക്ക് തന്നെ. മെറ്റാലിക്ക അല്ലേ? എന്നിട്ട് വന്നതാ അവിടെ ഇത്ര. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു കൊല വാങ്ങിക്കാനായിട്ട് പോവുക. ഏത്തക്കൊല. എൻ്റെ നമ്പർ ബുക്കിനകത്ത് എഴുതിയിട്ടേക്ക് പോയായിരുന്നു. ഞാൻ വന്നിട്ട് തരാം. ബസ് കൊണ്ടാ പോകുന്നത്? കൂട്ടുപോറ നോക്കട്ടെ, ഞാൻ അയാളെ ഒന്നുകൂടെ കാണട്ടെ കേട്ടോ. നമ്പർ തരാം കേട്ടോ. കോന്നിക്ക് നേരെ കൊക്കോത്തോട് അച്ചൻകോട്.
വലത്. നമ്മളിവിടെ നിന്ന് കുല വാങ്ങിക്കാനായിട്ട് വന്നതാണ്. വലിയ കായൊക്കെ കേട്ടോ. നാളെ പറയാം. ആ ഒന്ന് മതിയില്ല, ഒന്ന് മതി. ഒന്ന് മതിയോ? ആ ആ ഒന്ന് മതി. നൂറടി. കുഞ്ഞിനെ ഉണക്കാൻ വേണ്ടി എത്ര 2 കൊല്ലം വേണോ 1 വേണോ? ഉപ്പേരി വറക്കാൻ വേണോ? ഉപ്പേരിക്ക് വിടാം. അപ്പോൾ 2 ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നല്ല ഏത്തക്കൊല വാങ്ങിക്കണമെങ്കിൽ ഇത് ഈ കടയിൽ വന്നാൽ മതി. അരുവാപ്പുലം പോകുന്ന വഴിക്ക് പമ്പ ജംഗ്ഷനിൽ ഈ കോർണറിൽ കാണുന്ന കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇപ്പം അത് ഓക്കെ അല്ലേ? അതിന് വേണോ? ഏത്തക്കൊല മാത്രമല്ല, ചേമ്പുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്, ഇഞ്ചിയുണ്ട്, എല്ലാം ഉണ്ട്. നാടൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണ്ടേ? ചേമ്പോ? ഇല്ല, വേണ്ട. 2 കൊല വാങ്ങി. ഞാൻ പൈസ കൊടുക്കാൻ സമയത്തില്ല അച്ഛൻ. എന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുക്കുന്നില്ലായിരുന്നു. അതാ, അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അത് വലിയ കൊല, അതിനകത്തുള്ളത് ഏറ്റവും വലിയ കൊല എടുത്തിരിക്കുന്നു. ഇല്ല, മുട്ടത്തില്ല. ഗ്രാമവഴികൾ. അങ്ങനെ വകയാറ് പോയി വാഴക്കൊലയും വാങ്ങി വിൻസെൻ്റെ വീട്ടിലും കയറിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ കാണും വരെ ബൈ.